ആരാണ്? പേര് പറയൂ. എന്റെ പേര് റാഫി എന്നാണ്. റാഫി. റാഫി, അതെ. ഞാൻ കൊറേ ആയി ട്രൈ ചെയ്യണത്. റാഫി എക്സ് മുസ്ലിം? അതെ, മുസ്ലിം അല്ല. മുസ്ലിം അല്ലാന്ന് പറഞ്ഞാല് ഇപ്പൊ അല്ല. അതായത് എക്സ് മുസ്ലിം ആണോ? അതെ, കയ്യിന്ന് പോയി. എല്ലാവരുടെ അതെ അതെ എല്ലാവരുടെ പതുക്കെ അതിൽ നിന്ന് നൈസായിട്ട് കൂട്ടായ ഒരാളാണ്. എത്ര കാലമായി ഇപ്പൊ? ഞാനിപ്പോ ഏകദേശം ഒരു 1 ഇയറോളായി. 1 ഇയറായി. അതെ അതെ, 1 ഇയറായി. എന്റെ ഒരു ഫ്രണ്ടാണ് ഇങ്ങനെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ആ ഫ്രണ്ടിന്റെ പേരെന്താ? അത് അനീഷ് എന്നാണ്. അനീഷ്. മൂപ്പര് നിങ്ങളുടെ ഭയങ്കര ഒരു ഫാനാണ്. അനീഷും മുസ്ലിം ആയിരുന്നു? എക്സ് മുസ്ലിം ആയിരുന്നു? അല്ല 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 അല്ല, പുള്ളി ഹിന്ദു ആണ്. അതാണ് നമ്മൾ പറയാറ്. നിങ്ങളുടെ ഹിന്ദുവായ സുഹൃത്തായിരിക്കും നിങ്ങൾ ഈ പറയുന്ന സാധനങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക. അതായത് പുള്ളിക്കാരനെ, അതായത് പുള്ളി മുസ്ലിമിനോടൊന്നും വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത പുള്ളിയായിരുന്നു. അപ്പൊ ഞാൻ പണ്ട് വലിയൊരു മുസ്ലിമായിരുന്നു. അതായത് ഇങ്ങനെ പിന്നെ നമ്മുടെ ദൈവ പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് അറിയാലോ. അങ്ങനെ ജസ്റ്റ് അല്ല അല്ല, ഞാൻ ജമാഅത്ത് ഇസ്ലാമിയാണ്. ആയിരുന്നു. അതെ അതെ അതെ, കൂടിയാനാണ്. അപ്പോ അവനിങ്ങനെ ഒന്നുമല്ല, അവനിങ്ങനെ ഏതോ മൂവിയൊക്കെ കണ്ടിട്ട് ഇപ്പൊ ഈ അവൻ കണ്ട മൂവിയിൽ സൂഫിയും സുജാതയും കണ്ടിട്ട് അവനിങ്ങനെ മുസ്ലിമിനോട് ഭയങ്കര ഇതായിട്ട് അവൻ എന്റെ അടുത്തൊന്ന് ചോദിച്ചു എന്താണ് ഇസ്ലാം എന്നൊക്കെ. അപ്പൊ ഞാൻ കിട്ടിയായി അവിടെ സ്വർഗത്തിൽ തെറ്റ് തെറ്റ് എന്നൊക്കെ ഞാൻ ചെറുതായിട്ട് പറഞ്ഞ കൊടുത്തിങ്ങനെ. അപ്പൊ അവൻ ആണല്ലോ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അതിനുശേഷം പിന്നെ അവൻ നിങ്ങളുടെ വീഡിയോ ഒക്കെ ഇരുന്ന് കണ്ടു എന്ന് പറയും. അതിനുശേഷം എന്നായിട്ട് തർക്കിക്കാൻ വന്നിട്ട് അറിയാലോ നമ്മുടെ ഉള്ളിലുള്ള ഒരു ഇത് പുറത്തേക്ക് വരുമല്ലോ, ഏത് ദേഷ്യമൊക്കെ. അങ്ങനെ ഞാനവനെ കുറെ വഴക്കൊക്കെ പറഞ്ഞു. ഇതാണ് ഞങ്ങളുടെ മതത്തെ പറയാൻ നിൽക്കരുത്. എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പൊ എന്റെ മനസ്സിൽ ഓട്ടോമാറ്റിക് അപ്പൊ പറഞ്ഞാ ഇതാണ് നിന്റെ ഉള്ളിലുള്ള ഇത്, മനസ്സിലായ മതം കൊണ്ടുള്ള ഇത്. അങ്ങനെയൊക്കെ പറഞ്ഞു തന്നപ്പോ ഞാൻ പതുക്കെ ചിന്തിച്ചു ഇതാണ് സംഭവം. അങ്ങനെ അവസാനം നിങ്ങളുടെ വീഡിയോ ഒക്കെ ഇരുന്ന് കണ്ട് ഫസ്റ്റ് കാണുമ്പോ എന്തോ ഇതെന്താ സംഭവം. പണ്ടേ മുതൽ എന്റെ മനസ്സിൽ ഡൗട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ ഈ അതായത് ഇപ്പൊ നമസ്കാരത്തില് ഇപ്പൊ അവസാനം നമ്മുടെ അത്തഹിയാത്തിൽ ഇരുന്നിട്ട് ഇബ്രാഹിമിയ സ്വലാത്ത് വരുള്ളൂ. അപ്പൊ ഇത് തന്നെ നബീനെ പുകഴ്ത്തി പറയുമെന്ന് ആയിരുന്നു എന്റെ ആദ്യത്തെ ഇത്. പിന്നെ വന്നതെന്ന് പറയുമ്പോ ഈ പടച്ചോൻ തന്നെ നമ്മുടെ പറയുന്നുണ്ടല്ലോ, അതായത് നമ്മുടെ പുള്ളി തന്നെ ഇതാകും എന്ത് അള്ളാ തന്നെ പ്ലാൻ ചെയ്യും ആര് നരകത്തിൽ പോകണം ആര് നരകത്തിൽ പോകണം അതൊക്കെ. അപ്പൊ അതൊക്കെ നാം ഉദ്ദേശിച്ചവരെ നാം നേർമാർഗത്തിലാക്കും, നാം ഉദ്ദേശിച്ചവരെ ദുർമാർഗത്തിലാക്കും. അപ്പൊ ഞാൻ കരുതി പാവം ഈ ഇങ്ങനെ പാവം ചെയ്യണ ഒരു പാവം അവര് വെറുതെ അവര് പോലും അറിയാണ്ട് പാവം ചെയ്ത് നരകത്തിൽ പോയി ആകെ പ്രശ്നം ആകണ്ടല്ലോ. അപ്പൊ എന്താണ് എന്നാലും അപ്പൊ എന്താണ് നരകത്തെ പേടിയുള്ളത് കൊണ്ട് ഞാനിത് ഉസ്താക്കന്മാരുടെ അടുത്ത് പിന്നെ എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് ചോദിച്ചപ്പോ അവര് പറഞ്ഞ് ഇതൊന്നും ചിന്തിക്കാൻ പാടില്ല, ഇത് വേറെ സംഭവമാണ് പൈശാചി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇതൊക്കെ ഇങ്ങനത്തെ ചിന്തയൊക്കെ വരുമ്പോ ഞാനിങ്ങനെ അല്ല ചിന്തിക്കരുത്, നേരെ വഴിക്ക് പോകാം അങ്ങനെയൊക്കെ പറഞ്ഞു നിന്ന്. അവസാനം പിന്നെ ഇതിനെ കുറിച്ചൊക്കെ അറിഞ്ഞപ്പോ ഇത്രയും ടോക്സിക് ആയിട്ടുള്ളൊരു മതമാണ് എന്നുള്ള രീതിയിൽ കണ്ടപ്പോ ആ ഏരിയന്നെ മാറി. വീട്ടിലൊക്കെ ഭയങ്കര പ്രശ്നമാണ്. വീട്ടിലൊക്കെ ഇതൊക്കെ പറഞ്ഞു വരുമ്പോ ഇപ്പൊ എന്താ പെങ്ങന്മാരും എല്ലാവരും ഉണ്ടാകുന്ന അവസ്ഥയിലാണ് ഇപ്പൊ ഞാൻ നിൽക്കുന്നത്. പെങ്ങന്മാര് ഉമ്മ വിളിക്കാറുണ്ട്, പെങ്ങന്മാരൊക്കെ അവൻ വേറെ എന്തോരിച്ചൊന്ന് പെട്ടിട്ട് ഭയങ്കര അതെ 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 അവര് തമ്മില് വീഡിയോ കോളിലൊക്കെ വിളിച്ചിട്ട് ഭയങ്കര സംസാരമൊക്കെ ഭയങ്കര പ്രശ്നമൊക്കെ ആയിരുന്നു. പിന്നെ ആരിഫ് ഭായി, അതെ ഞാനൊരു ഡൗട്ട് വെച്ച് വിളിച്ചാണ്. അതായത് ഞാൻ കുറെ വീഡിയോ കണ്ടായിരുന്നു ഫ്രണ്ടെ. അപ്പൊ ഈ മുഹമ്മദ് നബി പീഡോഫൈലാണ് ഇപ്പൊ തർക്കിക്കണ വീഡിയോ ആണ് കുറെ കണ്ടത്. അപ്പൊ അവന്മാരൊന്നും ഇത് പറയാനായിട്ട് സമ്മതിക്കാനുള്ള. അപ്പൊ ഞാൻ കുറെ ഇതൊക്കെ ചെയ്തായിരുന്നു. അതെ ഞാനൊരു കാര്യം ചെയ്തിട്ടുണ്ട്. എനിക്കറിയാം ഇപ്പൊ മുഹമ്മദ് നബി പീഡോഫൈലാണെന്നുള്ള നമുക്ക് ഇപ്പൊ കിട്ടിയിട്ടുണ്ട്. ആ 1 വയസ്സുള്ള ഒരു കുട്ടിയുടെ അത് ഞാൻ കുറെ ഇതിലൊക്കെ നോക്കിയായിരുന്നു. 1 വയസ്സുള്ള കുട്ടി നെക്സ്റ്റ് ഇയർ ആ കുട്ടി ജീവിച്ചിരിക്കുന്ന അതിനെ കെട്ടിട്ടേ മരിക്കുള്ളൂ. അതിന്റെ ഒന്ന് എന്തായിരുന്നു പറഞ്ഞത്? അത് പറഞ്ഞു വരുമ്പോ തന്നെ മറ്റുള്ളവരത് ഇങ്ങനെ പറഞ്ഞു തർക്കിച്ചിട്ട് അത് സ്റ്റോപ്പ് ആക്കി വീണു. അപ്പൊ എനിക്കത് കിട്ടിയിട്ടായിട്ട് അതെന്താന്ന് പറഞ്ഞു. അത് ഇബ്നു ഇഷാഖിലാണുള്ളത്, സീറത്തുൻ നബി മുഹമ്മദ് എന്ന് പറഞ്ഞ പുസ്തകം. അതിനകത്തുണ്ട് അതിന്റെ ഡീറ്റെയിൽ. അത് ഉമ്മു ഹബീബ എന്ന് പറയുന്ന ഒരു കുട്ടി, മുട്ടിലഴിയുന്ന കുട്ടി, ആ കുട്ടിയെ കണ്ടപ്പോ പറഞ്ഞ കാര്യമാണത്. എക്സാക്ട് റെഫറൻസ് വേണമെങ്കിൽ തപ്പിയെടുക്കാം. നിങ്ങൾ ഓൺലൈൻ സെർച്ച് ചെയ്താൽ ഇത്രയും പറഞ്ഞ് സെർച്ച് ചെയ്താൽ സീറത്തു റസൂലുള്ള ഉമ്മു ഹബീബ.
ഉമ്മു ഹബീബ. ഓക്കെ ഓക്കെ. ആ ഉമ്മു ഹബീബ അല്ലേ? ഞാനത് കുറെ നോക്കിയിട്ട് എനിക്കത് കിട്ടിയില്ല റെഫറൻസ്. അപ്പൊ അതും കൂടി ഇതാക്കി കുറച്ച് ബലമായിട്ടിരിക്കാലോ, അറിഞ്ഞിരിക്കാലോ കാര്യങ്ങളൊക്കെ. അതെ 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 അതെ. ഞാൻ കുറെ തവണ ട്രൈ ചെയ്തായിരുന്നു. ഇപ്പൊ ഡേ ടൈമിലൊക്കെ ട്രൈ ചെയ്ത് കിട്ടില്ല. പിന്നെ ഞാൻ ഇങ്ങനെ ലൈവിൽ വന്നാല് മാത്രമാണ് കിട്ടുള്ളൂ. ഞാൻ കുറെ തവണ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനിപ്പോ ആരിഫായുടെ ഒരു പക്ക ഫാനായിട്ടോ. അതെ, ഐ മീൻ ആൾക്കാരുടെ ആ ഒരു അന്ധകാരത്തിൽ നിന്നൊക്കെ ഒന്ന് പുറത്തേക്ക് വരുത്തുന്നുണ്ടല്ലോ നിങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട്. അത് ഭയങ്കര ഒരു നല്ലൊരു കാര്യം തന്നെയാണ്. നല്ല കാര്യം എന്ന് വെച്ചാല് അതിൽ നിന്നിപ്പോ എനിക്കറിയാം, ഞാൻ അതിൽ നിന്നോണ്ട് എനിക്കറിയാം എന്റെ മനസ്സും ഇതും അത്രമാത്രം ടോക്സിക് ആയിരുന്നു എന്ന് ഞാൻ ഇപ്പൊ ചിന്തിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതായത് അന്യമസ്തനെ കാണുമ്പോ ഒരു നെറ്റി ചുളിക്കല് വരെ എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഇപ്പനാവുമ്പോ എത്രമാത്രം അതൊരു അയ്യോ എത്രമാത്രം ഒരു ബാഡായിരുന്നു ഇപ്പഴാണ് ഞാൻ ചിന്തിക്കണം അതിനെപ്പറ്റി. അങ്ങനത്തെ ഒരു കാലം. അതെ, അത് അങ്ങനെ ഒരു കാലം, സ്വന്തം കാലം. ഹബീബ അല്ലേ? എന്തായാലും എന്തായാലും ഞാൻ വിളിക്കാം. അപ്പൊ എനിക്കൊരു ടൈം കിട്ടിയപ്പോ ഞാൻ പെട്ടെന്ന് കണ്ടപ്പോ വിളിച്ചതാണ്. കിട്ടോ ഞാൻ പ്രതീക്ഷിച്ചില്ല. ആയിക്കോട്ടെ, സന്തോഷം.